ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് യൂണിറ്റ് 5 ബ്ലോക്ക് 5-ലെ 11ഉം 12ആണ്. 11-ല് സ്റ്റുഡൻസ് മൂവ്മെന്റിനെ പറ്റിയും 12-ല് വിമൻസ് മൂവ്മെന്റിനെ പറ്റിയുമാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഡിസ്കഷൻസിൽ നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഇത് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വന്നിരുന്നു. സ്റ്റുഡൻസ് യൂണിയൻ അല്ലെങ്കിൽ മൂവ്മെന്റ് അവിടെ വന്നത് വളരെ വോക്കലായിരുന്നു. അതായത് ഉറക്കെ അവര് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കുന്ന വിധത്തിലായിരുന്നു, ഇൻഫ്ലുവൻഷ്യലാണ്, വളരെ ക്ലിയർ ആയിട്ടും ആർട്ടിക്കുലേറ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. കാരണം ഇതിന്റെ വേരിയസ് റെസ്പെക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ പല വിധത്തിലുള്ള അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരുടെ ഈ പരമ്പരാഗതമായതും അല്ലെങ്കിൽ ട്രൈബൽ ആയിട്ടുള്ള ഐഡന്റിറ്റി, അതേമാതിരി അവരുടെ മൈഗ്രേഷൻ, പല സ്ഥലത്തു നിന്ന് വന്ന് താമസിക്കുന്ന കുട്ടികൾ, ബോർഡർ അതായത് ഡിസ്പ്യൂട്ട്, ഓരോ ബൗണ്ടറിയിലുള്ള ഡിസ്പ്യൂട്ട്, പൊളിറ്റിക്കലായിട്ടുള്ള സ്വയംതരം, ഇതൊക്കെ അവർ ഡിസ്കഷൻ ചെയ്തിരുന്നു. മാത്രമല്ല ആ കാലഘട്ടത്തിലുള്ള കറപ്ഷൻ, ഏത് വിധത്തിലാണോ തെറ്റുകൾ നടക്കുന്നത്, സോഷ്യൽ ഇഷ്യൂസ്, എൻവയറമെന്റ് പ്രോബ്ലം, ഡെവലപ്മെന്റ്, നമ്മൾ നേരത്തെ പരാമർശിച്ചു വന്നിരുന്നു. ഇന്നർ ലൈൻ പെർമിറ്റ്, അതേമാതിരി സിറ്റിസൺഷിപ്പ്. ഇന്നർ ലൈൻ പെർമിറ്റ് റിക്വസ്റ്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോ ഇവിടെ ഇതെല്ലാം വരുമ്പോഴത്തേക്കും അവര് രാഷ്ട്രീയമായിട്ടും ഇക്കണോമിക്കലും അവരുടെ സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ്സിൽ കൂടെ അവര്, അത് മാത്രമല്ല സ്റ്റുഡൻസ് യൂണിയൻ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള അവരുടെ മൂവ്മെന്റ്സ് മാത്രമല്ല, അവർക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട്. അതാത് സ്റ്റേറ്റിലെ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ സ്റ്റുഡൻസിനെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കാരണം എപ്പോഴും ഈ സ്റ്റുഡൻസ് മൂവ്മെന്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന, അതായത് ഇന്ത്യൻ ചരിത്രത്തിലെ ഇൻഡിപെൻഡൻസിന് മുമ്പും അതിനുശേഷവും ഒക്കെ ഈ മൂവ്മെന്റ്സ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് ഒരുപാട് സ്റ്റുഡന്റ് മൂവ്മെന്റ്സ് ഉണ്ട്. അതായത് വിപ്ലവം. കാരണം ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് ആക്ട് ചെയ്യുന്നവരാണ്. അത് മാത്രമല്ല അവരുടെ ബ്ലഡും അല്ല അവരുടെ ആക്ടിവിറ്റി വളരെ ഫാസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല നമ്മൾ നേരത്തെ ഇവിടെ പരാമർശിച്ചു വന്നിട്ടുണ്ടായിരുന്ന എത്നിക് അല്ലെങ്കിൽ അവരുടെ കുലം അല്ലെങ്കിൽ അവരുടെ വംശത്തിനെയും അതേമാതിരി ആദിവാസികളുടെ വംശത്തിനെയും എല്ലാം അവര് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ആ എത്നിക് ആയിട്ടുള്ള ട്രൈബൽ ഐഡന്റിറ്റി വെച്ചുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വരുന്നത്. അപ്പൊ ഇവിടെ മൂവ്മെന്റ്സിൽ നമ്മൾ നോക്കുന്നത് ഇവര് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ബാക്കി സെക്ഷൻസും, അതായത് സ്റ്റുഡന്റ് അല്ലെങ്കിൽ കൂടെയും അവരും സൊസൈറ്റിയിലുള്ളവര് അല്ലെങ്കിൽ സാമൂഹ്യത്തിൽ ഉള്ള എല്ലാവരും, സ്റ്റുഡൻസ് അല്ലാത്തവരും ഈ മൂവ്മെന്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അത് മാത്രമല്ല ഇവരുടെ മെത്തേഡ്, എങ്ങനെയാണ് ഇവരുടെ മൂവ്മെന്റ്സിനെ ആക്ടിവേറ്റ് അല്ലെങ്കിൽ ജനശ്രദ്ധ പിടിച്ചു പഠിക്കാൻ വേണ്ടി ബന്ദ് ഉണ്ടാക്കും. നമ്മള് സാധാരണ ഇവിടെ കേരളത്തിൽ ഇഷ്ടംമാതിരി കാണുന്നുണ്ട് ഇത്. കോളേജുകളിലും സ്കൂളുകളിലും സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ്സ്, പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ മഹാരാജാസ് കോളേജിൽ, എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജിൽ വളരെ വിധമായ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പലവിധ യൂണിയൻ ഇലക്ഷൻ ആയിക്കോട്ടെ, എല്ലാത്തിനും പല വിധത്തിലുള്ള പാർട്ടി ലീഡേഴ്സ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ലീഡേഴ്സാണ്. ഈ ലീഡേഴ്സാണ് സ്റ്റുഡന്റ് യൂണിയന്റെ ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് കുറച്ചു കാലം കഴിയുമ്പോൾ അവര് നേതാക്കന്മാരായിട്ട്, ഓരോരോ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് മാറുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത് വാസ്തവമാണ്. ഇത് എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആണ്. അവരെന്ത് ചെയ്യും? റോഡിൽ ബ്ലോക്ക് ചെയ്യും, ബന്ദ് നടത്തും, പബ്ലിക് ആയിട്ടുള്ള ജാഥകൾ നടത്തും. അതേമാതിരി ചില സമയത്ത് അടിപിടികൾ വരെ ഉണ്ടാവും. ചില സമയത്ത് ബസ്സിന് കല്ലേറിയും അല്ലെങ്കിൽ റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ജനശ്രദ്ധ അല്ലെങ്കിൽ മീഡിയന്റെ ശ്രദ്ധയെ കൂടെ കിട്ടുന്നുണ്ട്. ആ മീഡിയ ശ്രദ്ധ വഴി വരുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും അവർക്ക് വേണ്ടതും വേണ്ടാത്തതും അവര് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയിൽ വരുമ്പോഴത്തേക്കും
ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പല വിധത്തിലുള്ള സൊസൈറ്റിയിലുള്ളവര് അവര് വേഗം തന്നെ ഇവരെ ഉയർത്തി കാണിക്കുകയും അങ്ങ് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ സ്റ്റുഡന്റ് യൂണിയൻ അല്ലെങ്കിൽ സ്റ്റുഡന്റ് മൂവ്മെന്റ് ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു. കാരണം ഈ യങ് ബ്ലഡിന് കുറച്ച് വീടും വാശി കൂടും, അല്ലെങ്കിൽ ധൈര്യം കൂടും. അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ലീഡർഷിപ്പായി വരുമ്പോൾ ഒരു ലീഡർ ആവുക എന്ന് പറയുന്നത് ടീനേജിലോ അല്ലെങ്കിൽ ആരംഭഘട്ടത്തില് നമ്മളുടെ യൂത്തിൽ യുവതലമുറയ്ക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നത് പല വിധത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ യങ്ങർ ഫെലോസ് അല്ലെങ്കിൽ പുതിയ യുവജനങ്ങൾ കൂടുതലായിട്ട് വരികയും കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ പാർട്ടീനെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർ സഹായിക്കും, അല്ലെങ്കിൽ അവർ മാക്സിമം അതിനു വേണ്ടി വർക്ക് ചെയ്യും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആസാമിൽ നടന്ന സംഭവങ്ങളാണ്. ആസാമിൽ ഇതേമാതിരി സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ്സ് ഉണ്ടായി. ഏതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രേഷനെ പറ്റിയും അതേമാതിരി ഓയിൽ റിഫൈനറി ആസാമിൽ സെറ്റപ്പ് ചെയ്യാനും എത്നികയ വംശവും കൾച്ചറുമായിട്ടുള്ള ഐഡന്റിറ്റിക്കുള്ള സ്ഥാനം കൊടുക്കുക, പൊളിറ്റിക്കലായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുക, അല്ലെങ്കിൽ ഭരണ സ്വാതന്ത്ര്യം കൊടുക്കുക, ഇതൊക്കെയായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ എന്നാണ്, AASU. അതിനുശേഷം നമ്മൾ കാണുന്നത് ഓൾ ആസാം മൈനോറിറ്റി സ്റ്റുഡൻസ് യൂണിയൻ എന്നാണ്. മൈനോറിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറവായിരിക്കും മൈനോറിറ്റി ഗ്രൂപ്പിന്റെ. പിന്നെ നമ്മൾ കാണുന്നത് ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ. ബോഡോ എന്ന് പറയുന്നത് ഒരു വംശമാണ്, അവരുടെ യൂണിയൻ. പിന്നെ കാർബി സ്റ്റുഡൻസ് അസോസിയേഷൻ. പിന്നെ കാണുന്നത് ദമസ സ്റ്റുഡൻസ് അസോസിയേഷൻ, ഓൾ ചാച്ചാർ സ്റ്റുഡന്റ് അസോസിയേഷൻ. ഇങ്ങനെ അവനവന്റെ വംശം അനുസരിച്ച് ഈ ഗ്രൂപ്പ് ഫോം ചെയ്ത് അവര് ഇതിനെപ്പറ്റി ഡിസ്കഷൻസ് നടത്തും. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അതായത് ആസാമില് ഓയിൽ റിസോഴ്സസ് ഉണ്ട്, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അപ്പൊ അവിടെ സ്റ്റുഡൻസ് സ്ഥാനമെടുത്തു, അല്ലെങ്കിൽ വളരെ നിർബന്ധമായിട്ട് അവർ പറഞ്ഞു സ്റ്റേറ്റിലെ ലാംഗ്വേജ് ആസാമീസ് എന്നുള്ള ലാംഗ്വേജ് വരണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് അവർ വയ്ക്കുന്നത് 1960. അപ്പൊ ഇതിന്റെ കൂടെ ആന്റി ഫോറിൻ നാഷണൽ മൂവ്മെന്റ്സും ഉണ്ട്. പിന്നെ 80 ഇവരുടെ മൈനോറിറ്റി സ്റ്റുഡൻസ് യൂണിയനും ബോഡോ സ്റ്റുഡൻസ് യൂണിയനും അവർ പിന്നെയും ഒരു കലാപം ഉണ്ടാക്കി. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അവരുടെ വംശത്തിന്റെ ഐഡന്റിറ്റി, അതേമാതിരി ആ വംശത്തിന് പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ട് സ്വയംഭരണം വേണം എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. ഇങ്ങനെ ഈ മൊബിലൈസേഷൻ വഴി പല വിധത്തിലുള്ള ഡെമോൺസ്ട്രേഷൻ നടന്നിട്ടുണ്ട്, റാലീസ് നടന്നിട്ടുണ്ട്, ബന്ദ് നടന്നിട്ടുണ്ട്, സത്യാഗ്രഹം വന്നിട്ടുണ്ട്, ഇക്കണോമിക് ആയിട്ട് ബ്ലോക്കേഡ് വന്നു. അപ്പൊ ആദ്യത്തെ 6 വർഷം മൂവ്മെന്റിൽ ഫോറിൻ നാഷണൽസ് ഇതില് എല്ലാം സ്റ്റുഡന്റ് യൂണിയൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാലഘട്ടമായിട്ട് ആ മൂവ്മെന്റിനെ നയിച്ചു കൊണ്ടുപോയത്. അപ്പൊ ഇവിടെ ഈ മൂവ്മെന്റ് റെഫറൻസ് പോയിന്റ് ആയിട്ട് വരുന്നു. ഇപ്പോ അതായത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് 1979 ഇത് റെഫറൻസ് പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ മൂവ്മെന്റ് ഇങ്ങനെ തുടങ്ങുകയും 79 മുതൽ 85 വരെ, അതായത് ആസാം അക്കോർഡ് സൈൻ ചെയ്യുന്നത് വരെ കൊണ്ടുപോയിട്ടുണ്ട്. അത് ആസാം അക്കോർഡ് സൈൻ ചെയ്യുന്നത് സ്റ്റുഡൻസ് യൂണിയനും സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും കൂടിയാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബോഗസ്, കാരണം എന്തുകൊണ്ടാണ് അവര് ഗവൺമെന്റ് സൈൻ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ബോഗസ് ആയിട്ടുള്ള വോട്ടേഴ്സ്, അതായത് വോട്ടർ അല്ലാത്തവര് വോട്ട് ചെയ്യാൻ തുടങ്ങി. കള്ള വോട്ട് എന്ന് പറയും നമ്മള്.
ഇന്ത്യയിൽ, കേരളത്തില് കള്ള വോട്ടിന്റെ നമ്പർ കൂടുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് സംഭവം നടന്നത് മാൽഗാഡി ലോക്സഭാ സീറ്റിന്റെ ഇലക്ഷൻ ടൈമിലാണ് ഒരുപാട് കള്ള വോട്ട് കണ്ടുപിടിച്ചത്. അപ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ SL സർദാർ വാൺ ചെയ്തു, ഇനി ഇല്ലീഗലായിട്ട് മൈഗ്രന്റ് ആയിട്ട് വരുന്നത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ആ സംസ്ഥാനത്തിന്റെ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ എന്ന് പറയും. അതായത് ജനസംഖ്യ വ്യത്യാസമുള്ള പല ആൾക്കാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് എന്ന് പറയാ, കോമ്പോസിഷൻ എന്ന് പറയാ. ഇതിന് ഇല്ലീഗലായിട്ടുള്ള, അതായത് ലീഗൽ അല്ലാത്തവര് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് എന്താ പറ്റുക വെച്ചാൽ ഇത് 6 വർഷത്തോളം പോയി. ആന്റി ഫോറിൻ നാഷണൽ മൂവ്മെന്റ് എങ്ങനെയാണ് ആസാമിൽ ഈ മൂവ്മെന്റ് കൂടുതൽ ശക്തിപ്പെടാൻ തുടങ്ങി. 1960 പിന്നെയും അവര് ഈ സ്റ്റുഡൻസ് യൂണിയൻ തന്നെ ഡിമാൻഡ് ചെയ്തു. എന്താ ഡിമാൻഡ് ചെയ്ത്? ആസാമീസ് എന്നുള്ള ഡിക്ലെയർഡ് ലാംഗ്വേജിനെ ആസാം ലാംഗ്വേജ് വരുമ്പോഴത്തേക്കും അവിടെ ഇൻവോൾവ്മെന്റ് വരും. ആസാം സ്റ്റുഡൻസിന് ഒരു റെക്കഗ്നേഷൻ കിട്ടും. ആ റെക്കഗ്നേഷൻ കിട്ടുമ്പോൾ ബംഗാളി ലാംഗ്വേജ് ആയിരുന്നു അതുവരെ. ആ ബംഗാളി ലാംഗ്വേജിനെ എതിർത്ത് ആസാം ലാംഗ്വേജ് കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ അവിടെ ഒരു കൊളോണിയൽ പീരീഡ് ടൈമിലാണ് ഇത് നടക്കുന്നത്. 3rd ഡെക്കേഡിലോ അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോ അവിടെ അവർ വേഗം കൊണ്ടുവന്നപ്പോഴത്തേക്കും ആസാമീസ് ഭാഷ സംസാരിക്കുന്ന ഭാഗമല്ലാണ്ടും അവര് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു ആസാമീസ് ലാംഗ്വേജ്, അതായത് ആ സംസ്ഥാനത്തെ ലാംഗ്വേജ് ആയിട്ട് ഗവൺമെന്റ് അത് ഡിക്ലെയർ ചെയ്യാണ്. അതായത് ഇപ്പൊ ഭാഷ നമ്മളുടെ കേരളത്തില് നമ്മളിപ്പോ കേരളീയം എന്ന് പറഞ്ഞൊരു പാട്ടിന്റെ കാര്യമൊക്കെ പ്രശ്നങ്ങൾ ഈയിടയ്ക്ക് വന്നു. അപ്പോ ഈ കേരളത്തിന്റെ ഭാഷയായ മലയാളത്തിൽ പദ്യങ്ങൾ മലയാളത്തിൽ സംസാരിക്കുക, മലയാളത്തിൽ പഠിപ്പിക്കുക. ഇപ്പൊ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നാഷണൽ ലെവലിലുള്ള സബ്ജക്റ്റിന് മലയാളത്തിൽ പറഞ്ഞു തരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ആ റീജിയണൽ ലാംഗ്വേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിനെ പഠിക്കാനുള്ള സൗകര്യം കൂടും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കൂടും. അതാണ് അതിന്റെ കാര്യം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇതിനെ ആസാമീസ് ലാംഗ്വേജിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭാഷ സംസാരിക്കാത്ത ഹില്ലി ഏരിയാസിലുള്ളവര്, ഹിൽസിലുള്ളത് ബറാക്ക് വാലിയിലുള്ളവര് അവര് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതേമാതിരി ബാക്കിയുള്ള റീജിയനിലുള്ളവരും ഇത് പ്രൊട്ടസ്റ്റ് ചെയ്തു. അതായത് ഞങ്ങളുടെ ഭാഷയല്ല എന്നുള്ള വിധത്തിൽ. അപ്പൊ അവരെന്താ ചോദിച്ചേ, നമുക്കൊരു ഹിൽ സ്റ്റേറ്റ് വേണം, ഹിൽ സ്റ്റേറ്റ്സ് ഓഫ് ആസാം ഉണ്ടാക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പൂർവാഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബറാക്ക് വാലിയില് അവരുടെ സംസ്ഥാനം ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അപ്പൊ 66 ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ എമർജ് ചെയ്യുന്നതും അതോടുകൂടി ഈ ആസാമിലുള്ള സ്റ്റുഡൻസ് എല്ലാം കൂടെ ആസാം സാഹിത്യ സഭ ഉണ്ടാക്കുക. ആസാമീസ് ഇന്റലക്ച്വൽ ലോഞ്ച്ഡ് ഓയിൽ റിഫൈനറി കൊണ്ടുവരുന്നു. അപ്പൊ ഈ മൂവ്മെന്റ്, ഓയിൽ റിഫൈനറി മൂവ്മെന്റിനെ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഡിസിഷൻ സെൻട്രൽ ഗവൺമെന്റ് ആണ് എടുക്കേണ്ടത്. കാരണം അവിടെ കൽക്കട്ടയിലാണ് ഈ സെൻട്രൽ ഡിസിഷൻ ആദ്യം എടുത്തത്. ഓയിൽ റിഫൈനറി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് കൽക്കട്ടയിലാണ്. അപ്പൊ അവിടെയാണ്. പക്ഷെ ആസാമിലാണ് ഈ ഓയിൽ, നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ റിസർവ് ഉള്ളത്. അപ്പൊ അവിടെയാണ് വേണ്ടതെന്നുള്ളത് ഇവർക്ക് കൺസിഡർ ചെയ്യുകയും സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റ് കൺസിഡർ ചെയ്യുകയും. അപ്പൊ ഇവരെന്താ പറഞ്ഞ, നിങ്ങൾക്ക് എന്തിനാ ആസാമിൽ ചെയ്യാണ്ട് കൊണ്ടുപോയി കൽക്കട്ടയിൽ ചെയ്യുന്നു? അതൊരു എന്താണ്, രണ്ടാനമ്മ നയമാണ്, ഗവൺമെന്റിന്റെ രണ്ടാനമ്മയുടെ ട്രീറ്റ്മെന്റ് ആണ് എന്നുള്ള ലെവലിൽ ഈ കുട്ടികൾ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും. പിന്നെ ലാസ്റ്റ് ആയിട്ട് ജനുവരി 1 ഗൗഹട്ടിയിലും ഓയിൽ റിഫൈനറി അവരെ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 1962 ജനുവരി 1 ഗൗഹട്ടിയിലും പിന്നെ നുർബട്ടിയിലും അവര് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അത് അക്സെപ്റ്റ്, അതായത് അവരുടെ ഡിമാൻഡിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 6ാമത്തെ വർഷം, 6ാമത്തെ മൂവ്മെന്റ് വരുന്നത്
AASUവിന്റെ കൺട്രോളിലാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇതിന്റെ കൂടാണ്ട് ബാക്കിയുള്ള ഓർഗനൈസേഷനായ ആസാം ഞാൻ പരിഷത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പല വിധത്തിലുള്ള ട്രൈബൽ എന്ന് വെച്ചാൽ ആദിവാസികൾ, അവരുടെ ബോഡോസിന്റെ മൂവ്മെന്റ്സിലും അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതിന് ലാർജ് ആയിട്ട് വരികയാണെങ്കിൽ സ്റ്റുഡൻസ്, ആസാം സ്റ്റുഡൻസ് മുഴുവനും മിഡിൽ ക്ലാസ് ഇൻകം ആണ്. ബംഗാളി ലാംഗ്വേജ് സംസാരിക്കുന്ന ഹിന്ദുവും ഉണ്ട്, മുസ്ലിമും ഉണ്ട്. അപ്പൊ ഇവർക്ക് ഒരു ത്രെട്ട് ആയിട്ടാണ് ഇതിനെ നോക്കുന്നത്. ലാംഗ്വേജ് കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് അവർക്ക് ഒരു ത്രെട്ട് ആയിട്ട് അവർ കാണുന്നു. മാത്രമല്ല ഇതിന്റെ കാരണത്താൽ ചിലപ്പോൾ ഇവരെ ഡീപ്പോർട്ട് ചെയ്തു വരും. ഇല്ലീഗലായിട്ട് മൈഗ്രന്റ് ആയിട്ട് ആസാമിലുള്ളവരെ ഗവൺമെന്റ് ഡീപ്പോർട്ട് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കി. അപ്പോ 1980 മെയ് മാസത്തില് സ്റ്റുഡൻസ്, ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒരു പുതിയ, അതായത് ചെറിയ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരു പുതിയ ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ഓൾ ആസാം മൈനോറിറ്റി സ്റ്റുഡൻസ് യൂണിയൻ, AAMSU, മൈനോറിറ്റി സ്റ്റുഡൻസ്. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ലെസ് എന്നുള്ളതാണ്. കാരണം അവിടെ അവർ താമസിക്കുന്നവര് ആസാമി ഭാഷയല്ല സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് മൈനോറിറ്റി എന്ന് പേര് വന്നത്. അപ്പൊ ഇവരെന്താ ഡിമാൻഡ് ചെയ്യണമെന്ന് വെച്ചാല്, ഈ ഇമിഗ്രൻസ് പുറത്തുനിന്ന് വന്നവരാണ്, ആസാം രാജ്യത്തേക്ക് പുറത്തുനിന്ന് വന്നവരാണ്. 1971 മുമ്പാണ് വന്നിരിക്കുന്നത്. അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടണം. അങ്ങനെ വന്ന് ഈ ഫോർമേഷൻ വരുന്നോ, ഒപ്പോസിഷൻ അല്ല AMSU വരുന്നു. വയലന്റ് ആയിട്ട് കോൺഫ്ലിക്ട്സ് ആണ് നടക്കുന്നത്. രണ്ട് പാർട്ടികൾ തമ്മിലും സപ്പോർട്ട് ചെയ്യുന്നവരും ഒപ്പോസ് ചെയ്യുന്നവരും. അപ്പൊ കാരണം ഈ ഇമിഗ്രന്റ് എന്ന് വെച്ചാൽ പുറത്തു നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നവര്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോ നമ്മളുടെ ലോക്കലായിട്ട് എറണാകുളത്ത്, പെരുമ്പാവൂർ ഭാഗങ്ങളിൽ ഒരുപാട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് വന്നിട്ടുള്ളവരുണ്ട്. കാരണം അവരുടെ ജന്മദേശം അതല്ല, പക്ഷെ ഇവിടെ ജോലിക്ക് വേണ്ടി വന്ന് താമസിക്കുന്നു, പണിയെടുക്കുന്നു, മലയാളം പഠിക്കുന്നു, പല വിധത്തിലുള്ള പ്രവർത്തികളിൽ അവര് വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇമിഗ്രൻസ് എന്ന് പറയാ. അപ്പോ ഇതേമാതിരി വരുന്നവർക്ക് ഇവർക്ക് വേണമെന്നുള്ളതാണ്. ഇവരുടെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ വരും. ഇതിനുശേഷം ഈ ട്രൈബ്, ബോഡോസ് എന്ന് പറഞ്ഞ ഒരു ട്രൈബ് ഈ 6 വർഷത്തെ മൂവ്മെന്റിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോസ് 6 ആസാം കോഡിന്റെ 6ൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ ബോഡോ സ്റ്റുഡൻസിന് അവരുടെ കമ്മ്യൂണിറ്റിയിൽ കംപ്ലൈന്റ് മുഴുവനും അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി ആയ ലാംഗ്വേജിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെ പരിഗണിച്ചിട്ടില്ല എന്നാണ് അവരുടെ കംപ്ലൈന്റ്. അപ്പൊ എന്ത് പറ്റി? അത് മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം, സ്വതന്ത്ര ഭരണം, പൊളിറ്റിക്കൽ ഓട്ടോണമിയും കിട്ടിയിട്ടില്ല. ലാംഗ്വേജിന്റെ ബേസിലും കൾച്ചറലിന്റെ ബേസിലും ആണ് ഡെവലപ്മെന്റ് നടക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്നപ്പോൾ ഒരു റിവൈവൽ, ഒരു പുതിയതായിട്ട് ഒരു ഓട്ടോണമസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ബോഡോലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഇതിനുശേഷം ഓൾ ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ്. 1967 15-ാം തീയതി അതിന്റെ മെമ്മോറണ്ടം കൊടുക്കുന്നു ഗവൺമെന്റിന്. 1987 ഇത് മെമ്മോറണ്ടം സബ്മിറ്റ് ചെയ്യും. പിന്നെ ചീഫ് മിനിസ്റ്റർ ഓഫ് ആസാം, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഈ ഇവരോടൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത്, ഞങ്ങളുടെ കുലത്തിനെ, ഞങ്ങളുടെ വംശത്തിനെ സോഷ്യലായിട്ടും കൾച്ചറലുമായിട്ടുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യണം. ഏത് വിധത്തിൽ? ഞങ്ങളുടെ ഭാഷ പ്രൊട്ടക്ട് ചെയ്യണം, ഞങ്ങളുടെ ധനവിഷയമായ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതേ വർഷത്തിൽ തന്നെ നമുക്ക് ബോഡോലാൻഡ് മൂവ്മെന്റ് എന്നുള്ളതും ക്രിയേഷൻ സ്റ്റേറ്റ്, ഒരു സംസ്ഥാനം, ബോഡോലാൻഡ് സംസ്ഥാനം എന്നുള്ളതും ആസാമിന്റെ അകത്തുനിന്ന് തന്നെ അതിനെ അവര് ക്രിയേറ്റ് ചെയ്യാണ്. ബോഡോലാൻഡ് പുറത്തുനിന്നല്ല, അകത്തുനിന്ന് തന്നെ. അപ്പൊ അങ്ങനെ ഫൈനലി ഇതിന്റെ 3 വിധത്തിലുള്ള അക്കോർഡ്സ് വെച്ച് ഓട്ടോണമി അവർക്ക് ബോഡോസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് കിട്ടുന്നു. ഇനി ഹിൽ ട്രൈബായ ആസാമിസായ കാർബീസ് ആൻഡ് ദിമാസ, അവരും ഇതേമാതിരി തന്നെ മൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് അവരുടെ ട്രൈബിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ലെവലില്. പിന്നെ
കാബ്രി സ്റ്റുഡൻസ് അസോസിയേഷൻ ബാക്കിയുള്ള ഓർഗനൈസേഷൻ മാതിരി മെഷേഴ്സ് റീടെൻഷനും പ്രൊട്ടക്ഷനും സോഷ്യൽ ഐഡന്റിറ്റിയും ചോദിക്കുന്നുണ്ടല്ലോ. ഇതിനുശേഷം 1991 ദിമാസ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞവര് ഒരു ദിമാസ സ്റ്റുഡന്റ് യൂണിയൻ ADSU ഫോം ചെയ്യാണ്. ഇതിനുശേഷം ഈ ഡിമാൻഡിങ് ക്രിയേഷൻ എന്താണ്? ആ സ്റ്റേറ്റിന്റെ പേര് ദിമറാഞ്ചി. ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ള ഈ സ്ഥലങ്ങളെ ഉള്ളതിനെ എടുത്തു വെച്ചിട്ട് അവര് ദിമറാഞ്ചി എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ഏൻഷ്യന്റ് പഴയ ദിമാൻഷി കച്ചേരി രാജ്യത്തിനെയാണ് ദിമാറാജി എന്ന് പറയുന്നത്. ഇതിന്റെ ഈ പുതിയ ക്രിയേഷൻ ന്യൂ സ്റ്റേറ്റിൽ കൂടെ അവർക്ക് അവരുടെ അവർക്ക് ഭരിക്കാനുള്ള ധൈര്യവും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ വെൽഫെയർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് മേഘാലയ പറ്റിയാണ്. മേഘാലയയില് ഏറ്റവും കൂടുതൽ ഉറക്ക വിളിച്ചു പറയുന്ന ഗ്രൂപ്പാണ്. ഇവിടെ ഏത് സ്റ്റേറ്റ് ആയാലും ശരി സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്കും കോമൺ ആയിട്ട് വരുന്നത് ഇതേ നേരത്തെ പറഞ്ഞ മാതിരി പുറം രാജ്യങ്ങളിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിൽ നിന്ന് വന്ന് മേഘാലയയിൽ വന്ന് താമസിക്കുന്ന മൈഗ്രേഷൻ ചെയ്യുന്നവര്, അതേമാതിരി ട്രൈബൽ ഐഡന്റിറ്റി, അതേമാതിരി റിസർവേഷൻ ഇൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോലി കിട്ടാനും പഠിക്കാനും ഉള്ള റിസർവേഷൻസ്, പ്രൊട്ടക്ഷൻ, നാച്ചുറലായിട്ടും എൻവയറമെന്റലായിട്ടും അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ, അതേമാതിരി ഇന്നർ ലൈനർ പെർമിറ്റ് ഇൻ മേഘാലയ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇന്നർ ലൈനർ പെർമിറ്റ് ഇൻ മേഘാലയ ഗവൺമെന്റിന്റെ പവറിലും അതേമാതിരി റെയിൽവേ പ്രോജക്ട്സിലും. അപ്പൊ സ്റ്റുഡന്റ് മൂവ്മെന്റ് മേഘാലയ പല സമയത്തും റിസൾട്ടഡ് എന്താ അവർക്ക് കൺഫർമെന്റേഷൻ വരുന്നുണ്ട്. പോലീസുമായിട്ട് അടിപിടി കൂടാനുള്ള അല്ലെങ്കിൽ എതിർക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവരുടെ അജിറ്റേഷൻ കുറച്ച് കൂടുതലായിട്ട് പോലീസ് കസ്റ്റഡിയിൽ സ്റ്റുഡൻസ് പോവുകയും അതിന് പോലീസ് ചെയ്യുമ്പോൾ ഇവരെ ഉപയോഗിച്ചിരുന്ന മെത്തേഡ് അല്ലെങ്കിൽ വി ക്യാൻ സേ മോഡസ് ഓഫ് ഓപ്പറണ്ടി എന്ന് പറയാം, അത് ബ്ലോക്കേഡ് ചെയ്യുക, ജൂത്ത, കർഫ്യൂ സ്റ്റുഡൻസ് തന്നെ ഉണ്ടാക്കുന്ന ഒരു കർഫ്യൂ, അതിനാണ് ജുനിത്ത എന്ന് പറയുന്നത്. ഇനി മോസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് മേഘാലയയില് കാസി സ്റ്റുഡൻസിന്റെ യൂണിയനാണ്. അവരെന്താ ചെയ്തെന്ന് വെച്ചാല് 1978 അത് ഉണ്ടാക്കി. പിന്നെ ഫോർമേഷൻ കാസി സ്റ്റുഡൻസ് യൂണിയനിൽ വന്ന ശേഷം ഓർഗനൈസേഷനിലെ മേഘാലയയിലെ ഫസ്റ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ആണ് കാസി സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയും, KSA എന്ന് പറയും. 1955 ഇത് കാസി ഹിൽസിൽ, ആസാമിന്റെ ഒരു ഭാഗമായ കാസി ഹിൽസിൽ മേഘാലയ എന്നുള്ള സ്റ്റേറ്റ് പറഞ്ഞതിന് മുമ്പുള്ള ഭാഗത്ത് അവിടെയാണ് ഇത് തുടങ്ങുന്നത്. ഇതിന്റെ കൂടെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ബാക്ക്വേർഡ്നെസ്സും കാസി ട്രൈബും 1960 മലമ്പ്രദേശിലുള്ള സ്റ്റുഡൻസിന്റെ യൂണിയൻ ഒന്ന് ഫോം ആവുന്നു. ഇങ്ങനെ ഒരു ഡിമാൻഡ് വയ്ക്കുകയാണ് അവര്, യൂണിവേഴ്സിറ്റിയും ലോ കോളേജും ആ മലമുകളിൽ വേണമെന്ന്. 1968 മേഘാലയ സ്റ്റുഡൻസ് അസോസിയേഷൻ, അതേമാതിരി 1970 ദ ഷില്ലോങ് സ്റ്റുഡൻസ് യൂണിയൻ, ഇത് രണ്ടും സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം ദ മേഘാലയ സ്റ്റുഡന്റ് അസോസിയേഷനും അതേമാതിരി ഷില്ലോങ് സ്റ്റുഡൻസ് അസോസിയേഷനും അവർ ഒപ്പോസ് ചെയ്തു. മേഘാലയ ഒപ്പോസ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ മേഘാലയ ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അതിന് ഷിഫ്റ്റിംഗ്, ഈ ബോർഡ് ഓഫ് എഡ്യൂക്കേഷനെ ഷിഫ്റ്റ് ചെയ്യാണ് ഫ്രം ഷില്ലോങ് ടു ട്യൂറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോ ഈ മേഘാലയ സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടാക്കുകയും ആ സ്റ്റുഡൻസ് യൂണിയൻ ഡിമാൻഡ് ചെയ്തു ഡിപ്പോർട്ട് ചെയ്യുക, ബംഗ്ലാദേശി റെഫ്യൂജീസിനെ മുഴുവനും ഡിപ്പോർട്ട് ചെയ്യുക. ഡിപ്പോർട്ട് എന്ന് വെച്ചാൽ അവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു പറഞ്ഞയക്കുക, അതാണ് ഡിപ്പോർട്ടേഷൻ. അങ്ങനെ അതായത് ലിബറേഷൻ, ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് മുമ്പ് വന്നിട്ടുള്ളവരെയൊക്കെ പറഞ്ഞേക്കുക. റെഫ്യൂജി വാർ നടക്കുമ്പോഴാണ് റെഫ്യൂജി എന്ന് പറയാ.
നമ്മളിപ്പോ പാലായനം ചെയ്ത് വരുന്നവര്, അവരുടെ സ്ഥലത്തിൽ യുദ്ധമുണ്ടെങ്കിൽ പാലായനം ചെയ്ത് നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ ഗാസയിലൊക്കെ. അപ്പൊ ഇതേമാതിരി അവര് അവരുടെ ഇങ്ങനെ ഡിമാൻഡ് വെച്ച് ബംഗ്ലാദേശിലുള്ളവരൊക്കെ ഇവിടെ നിന്ന് വന്നിട്ടുള്ള റെഫ്യൂജീസ് അല്ലെങ്കിൽ അവരൊക്കെ തിരിച്ചു പോകണം. അതിനുശേഷമാണ് അവര് ഏർലിയർ ആയിട്ട് പറഞ്ഞ ഒരു KSU, അതായത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഇത് യൂണിയൻ ഫോർമേഷൻ വരുന്നുണ്ടെന്ന്. അതിന്റെ കൂടെ തന്നെ സ്റ്റുഡൻസ് യൂണിയൻ, കാസി സ്റ്റുഡൻസ് ടൈപ്പ് അല്ലാണ്ട് ഗാരോ സ്റ്റുഡൻസ് യൂണിയൻ, അപ്പൊ GSU ഗാരോ സ്റ്റുഡൻസ് യൂണിയനും ഇതിൽ മേഘാലയ സ്റ്റുഡന്റ് പൊളിറ്റിക്സിൽ വളരെ കാര്യമായിട്ട് ഇൻവോൾവ് ആകുന്നുണ്ട്. ഇനി മേഘാലയയിലുള്ള പ്രൊട്ടസ്റ്റ് എന്തിനാണ്? ഇൻട്രൊഡക്ഷൻ ആസാമീസ് ലാംഗ്വേജ് മീഡിയം എഡ്യൂക്കേഷനില്, അതായത് ഹയർ സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആസാമിൽ വന്നു 1960. ഈ സ്റ്റുഡൻസ് മലമ്പ്രദേശത്തുള്ള സ്റ്റുഡൻസ് അവര് മേഘാലയ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അതിനൊരു സ്റ്റേറ്റ് ആയിട്ട് മാക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ ഫോർമേഷൻ ഓഫ് മേഘാലയ സ്റ്റേറ്റ് 1972 വരുന്നത്. 1970 ഈ KSU എന്ന് പറയുന്ന ഗ്രൂപ്പ് ഡിമാൻഡ് ചെയ്യുന്നു അവരെ പുറത്തു നിന്ന് ബംഗ്ലാദേശീസും നേപ്പാളീസും മേഘാലയക്ക് വരാൻ പാടില്ല. അതാണ് അവരുടെ ഡിമാൻഡ്. അപ്പൊ ഇതിന്റെ പറയാ, അത് മാത്രമല്ല എക്സിറ്റ്, ഇവിടെ നിന്നുള്ള മൈഗ്രൻസിനെ മേഘാലയക്ക് അതർ പാർട്ടിലേക്ക് അയക്കുക. അപ്പൊ സ്റ്റുഡൻസിന്റെ ആർഗ്യൂ മൈഗ്രേഷൻ, നമ്മളുടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്നത് മുഴുവനും ഇവിടെ നിന്ന് കാനഡ, USA, UK എന്നുള്ള ആ മൈഗ്രേഷൻ ആണ്, സ്റ്റുഡന്റ് മൈഗ്രേഷൻ. അപ്പോ അതേമാതിരി ഇവിടെ ലോക്കൽ ആയിട്ടുള്ള മൈഗ്രേഷൻ, ട്രൈബിന്റെ മൈഗ്രേഷൻ ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവന്റെ ലോക്കൽ ട്രൈബിന്റെ പ്രൊവിഷൻ എന്താ? അവരുടെ റിസർവേഷൻ കൊടുക്കുക, ജോബില് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവർക്ക് റിസർവേഷൻ കൊടുക്കുക, സീറ്റ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറില് സീറ്റുകൾ കൊടുക്കുക, അല്ലെങ്കിൽ സ്ഥാനം കൊടുക്കുക, പഴയ പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ തിരിച്ചയക്കുക, എക്സ്പെൽ ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ ഡിമാൻഡ്. ഈ ഡിമാൻഡിൽ കൂടെ ലൈനർ, നമ്മൾ നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നർ ലൈനർ പെർമിറ്റ്, അതായത് ഇന്നർ ലൈനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് സ്റ്റേറ്റിലേക്ക് വരുന്നവരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇത് കൂടാണ്ട് അവര് ഡിമാൻഡ് വെച്ചത് വേറൊന്ന്, അതായത് ഫെഡറേഷൻ. ഏതൊക്കെ ഫെഡറേഷൻ എന്ന് വെച്ചാൽ ഫെഡറേഷൻ ഓഫ് ഖാസി, ജനീറ്റ ആൻഡ് ഗാരോബ പീപ്പിൾ. ഇതിനെ നമ്മൾ FKJP എന്ന് പറയും. ഇതെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് 1970 ഒരു അജിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വിപ്ലവം കൊണ്ടുവരികയാണ്. ഈ അജിറ്റേഷന് പ്രത്യേകമായ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഈ പാറ്റേൺ എന്ന് വെച്ചാൽ ആദ്യം അവര് റാലി കൊണ്ടുവരും, എന്നിട്ട് സ്റ്റുഡന്റ് ലീഡേഴ്സും അവരുടേതായ സംഭാഷണങ്ങൾ, പബ്ലിക് സ്പീച്ചസ് കൊടുക്കും. പിന്നെ അതിൽ കൂടെ അവര് ഒരു ബന്ദിന് ആഹ്വാനം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഷില്ലോങ് സിറ്റിയില് ഒരു കർഫ്യൂ, ജുനീറ്റ എന്ന് പറഞ്ഞ ഒരു കർഫ്യൂ കൊണ്ടുവരും. ഇതിനുശേഷം 1970 മുതൽ 1990 വരെ സ്റ്റുഡൻസ് അജിറ്റേഷൻ ഷില്ലോങ്ങില് എത്നിക് ആയിട്ടുള്ള വംശമായിട്ടുള്ള എത്നിക് വയലൻസ് വരികയും അതിന്റെ കൂടെ ലോക്കൽ ആയിട്ടുള്ള ട്രൈബൽസ് എന്ന് പറയുമ്പോൾ ട്രൈബൽസും നോൺ ട്രൈബൽസും ഷില്ലോങ്ങിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവര് പല സമയത്തും പല കാലഘട്ടത്തിലും ലേറ്റ് ആയിട്ടുള്ള 19ാം നൂറ്റാണ്ടിൽ വന്നവരൊക്കെ ഇവരെ 3 വിധത്തിലുള്ള റൈറ്റ്സ് ആണ് നടക്കുന്നത്. അത് 3 വിധത്തിലുള്ള ഷില്ലോങ്ങിൽ നടക്കുന്നത്. 1 1979, 2 1987, 3 1992. ഇതെല്ലാം അജിറ്റേഷൻ ആണ് വരുന്നത്. ഇനി 2000-ലും 2013-ലും സ്റ്റുഡൻസിന്റെ യൂണിയൻ അവരുടെ നേതൃത്വം കൊടുത്ത KSU, GSU, FKJP ഇവരൊക്കെ പറഞ്ഞു, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തണം. ഇപ്പൊ കാനഡ നിർത്തിയിട്ടുണ്ടല്ലോ, സ്റ്റുഡൻസിനെ
കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ പോകുന്ന കുട്ടികളുടെ സ്റ്റുഡൻസിന് അവർ റെസ്ട്രിക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അഡ്മിഷൻസും വിസ കൊടുക്കാണ്ടിരിക്കും. അപ്പൊ അങ്ങനെ പെർമിഷൻ കൊടുക്കണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവര്, മേഘാലയയിൽ വർക്ക് ചെയ്യുന്നവര് അവരുടേതായ മെഷേഴ്സ് എടുത്ത് വേണം ഐഡന്റിറ്റി ഉണ്ടാക്കാനും ലോക ട്രൈബില് മെർജ് ആവാനും. അപ്പൊ നമ്മളിങ്ങനെ പലതും പഠിക്കുന്ന കൂട്ടത്തിൽ ഈ ഗവൺമെന്റിന്റെ ആക്ഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യുന്നത് മൈൻ യുറേനിയം കോർപ്പറേഷൻ ലിമിറ്റഡ് UCIL ഈ റീജിയനിൽ നിന്ന് വെസ്റ്റിലും സൗത്ത് വെസ്റ്റ് കാസി ഡിസ്ട്രിക്ട്സിലുമാണ് 1993 വരെ നടന്നുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊട്ടസ്റ്റ് ഇല്ലീഗൽ ആയിട്ടുള്ള കോൾ മൈനിങ്, ജനീറ്റ ഹിൽസിൽ കൽക്കരികൾ, ധാരാളം കൽക്കരികൾ ഉണ്ട്, അതിൽ നിന്ന് പെർമിഷൻ ഇല്ലാണ്ട് കൽക്കരി എടുക്കുന്നതിനാണ് ഇല്ലീഗൽ കോൾ മൈനിങ് എന്ന് പറയാം. അത് കൂടാണ്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നു യുറേനിയം, ഇതും സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റെയിൽ ഹെഡിന് വേണ്ടി ഈ പ്രോജക്റ്റിന് ഔട്ട്സൈഡേഴ്സ് നിന്ന് വരുന്നവരും പല സ്റ്റേറ്റ്സ് നിന്നുള്ളവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി, അതിനെ ഒന്ന് നിർത്തിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൊടുത്തു ഈ സ്റ്റുഡൻസ്. ഇതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിൽ ആദി മിസ്സിംഗ് സ്റ്റുഡന്റ് യൂണിയൻ വരുന്നുണ്ട്. അവരാണ് ഫസ്റ്റ് സ്റ്റുഡന്റ് യൂണിയൻ ആ ഭാഗത്ത്, അതായത് പാസിഘട്ട് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയറിലും NEF എന്നാണ് അതിന് പറയാ. അതിന് അരുണാചൽ പ്രദേശില് ഒരു യൂണിയൻ ടെറിട്ടറി ആയിരുന്നു 72 വരെ. ഇതിലുള്ള സ്റ്റുഡൻസ് ആദി ആൻഡ് മിസൈങ് ട്രൈബ് ഇതിനെ ബാനറിൽ കൊണ്ടുവരികയും ഈ AMSU യൂണിയൻ ഫോക്കസ് ചെയ്തു വരുന്നത് സോഷ്യൽ ചേഞ്ചിലാണ്. ഏതിൽ കൂടെ? എഡ്യൂക്കേഷൻ വഴി. അപ്പോ ഈ എഡ്യൂക്കേഷൻ അതിനെ മാറ്റി, പേര് മാറ്റി ഓൾ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഏജൻസി സ്റ്റുഡൻസ് യൂണിയൻ എന്ന് മാറ്റി. അതിനുശേഷം പിന്നെയും അതിനെ റീനെയിം കൊടുക്കുകയാണ് അരുണാചൽ പ്രദേശ് സ്റ്റുഡന്റ് യൂണിയൻ എന്ന് പറഞ്ഞ് 72 അത് കൊടുക്കുന്നു. അതിനുശേഷം അരുണാചൽ പ്രദേശിൽ അത് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നു. അപ്പൊ ഈ AAPSU ആ ഭാഗത്തെ അല്ലെങ്കിൽ ആ ലാർജസ്റ്റ് ആയ സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ അരുണാചൽ പ്രദേശിലുള്ളത് യൂണിറ്റ്സിലും എല്ലാവിധ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും വഴിയാണ് വരുന്നത്. ഇതിന്റെ കോർഡിനേഷൻ സ്റ്റുഡൻസ് പുറത്തുനിന്ന് താമസിക്കുന്നവര് എന്നുള്ളതാണ് അർത്ഥം. ഈ ഇഷ്യൂസ് ഒക്കെ ബോർഡറിലുള്ള ഡിസ്പ്യൂട്ടാക്കി മാറ്റി. ബോർഡർ എന്ന് വെച്ചാല് കൺട്രിയുടെ ബോർഡറിലുള്ള ആസാമിലെ ബോർഡർ ഇഷ്യൂ ആയിട്ട് മാറ്റി. ആസാമിന്റെയും അരുണാചൽ പ്രദേശത്തിന്റെയും ഡിറ്റക്ഷൻ ചെയ്തു. പല ഫോറിൻ സ്റ്റേറ്റ്സ് നിന്ന് വന്നവരെ ഡിപ്പോർട്ടേഷൻ ചെയ്തു. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫിൽട്രേഷൻ എന്ന് പറയും, അതായത് നുഴഞ്ഞു കയറ്റം. ഫോറിൻ നാഷണൽസ് നുഴഞ്ഞു കയറാൻ തരുന്നത് ചെക്ക് ചെയ്യാനും, വിഡ്രോവൽ ആയിട്ടുള്ള ലാൻഡ് എന്തെങ്കിലും കൊടുത്തിട്ട് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനും, അരുണാചലീസിൽ അല്ലാത്തവർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വ്യവസായത്തിന് അല്ലെങ്കിൽ ബിസിനസ്സിനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിഡ്രോ ചെയ്യാനും, ഇങ്ങനെ ഫസ്റ്റ് ഡെക്കേഡിൽ ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള സെൻഡിങ് പെറ്റീഷൻ കൊടുത്ത് പെറ്റീഷൻസ് ഫോക്കസ് ചെയ്തത് സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി, അവരുടെ ഇൻസ്റ്റൻസസ്, അവരുടെ ഇഷ്യൂസ് ജനറൽ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 1980 ഈ പറഞ്ഞ യൂണിയൻ, സ്റ്റുഡൻസ് യൂണിയൻ 2 ദിവസത്തെ ബന്ദ് പ്രഖ്യാപിക്കുന്നു. അതായത് ഹോൾ ഓഫ് അരുണാചൽ പ്രദേശിലാണ് 2 ദിവസത്തെ ബന്ദ് പ്രഖ്യാപനം നടത്തുകയും ഈ ബന്ദിന് സപ്പോർട്ട് കൊടുക്കുന്നത് സ്റ്റുഡൻസ് ആണ്. അതേമാതിരി പബ്ലിക്കും ഈ സപ്പോർട്ടിന് കൊടുക്കുന്നു. ഈ സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് കൊടുക്കാണ്. അപ്പോ ഈ AAPSU അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിന്റെ അവർ ഒരു മെമ്മോറണ്ടം ഗവൺമെന്റിന് അയക്കുന്നു. അതിന്റെ മെമ്മോറണ്ടം, അതിന്റെ പ്രിൻസിപ്പൽ ഡിമാൻഡ് ഏതൊക്കെയാന്ന് നോക്കിയാലേ 80% ജോബ് റിസർവേഷൻ ആർക്ക്? അരുണാചലിലുള്ള അരുണാചലീസ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക്, അതായത് അവിടുത്തെ സംസ്ഥാനത്തുള്ളവർക്ക്.
പിന്നെ അലോട്ട്മെന്റ് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യണം. അലോട്ട്മെന്റ് കോൺട്രാക്ട്, അതായത് നോൺ അരുണാചലീസിന് ഏത് വിധമുള്ള കോൺട്രാക്ട് കൊടുക്കാൻ പാടില്ല, അതിനെ സ്റ്റോപ്പ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ റിക്വയർമെന്റ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ ഗവൺമെന്റ് പോളിസിക്ക് ഫോറിൻ നാഷണൽസ് ഇൻ ആസാം എന്നുള്ള ഒരു ശ്രദ്ധ കൊണ്ടുവരികയും 1982 ഇവരുടെ അഭിപ്രായ പ്രകാരം ഡീപ്പോർട്ടേഷൻ ബംഗ്ലാദേശിനെയും അരുണാചൽ പ്രദേശിൽ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിനെയൊക്കെ തിരിച്ചയക്കാൻ തുടങ്ങി. അതാണ് ഡീപ്പോർട്ടേഷൻ എന്ന് പറയാ. അതേമാതിരി തന്നെ ചക്മാസ്, അജോങ്സ്, ടിബറ്റ് എന്നുള്ളവരും യോനീൻസ് വന്നിട്ടുള്ള റെഫ്യൂജികൾ, അഭയാർത്ഥികൾ, റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ എന്നർത്ഥം. ഇതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളുടെ നാട്ടിൽ വേറെ നാട്ടിൽ നിന്ന് വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ആൾക്കാർക്ക് ജോലി കുറഞ്ഞു പോകും. അപ്പൊ അത് മാത്രമല്ല, ഇംപ്ലിമെന്റ് ലൈൻ ഓഫ് പെർമിഷൻ വളരെ ILP എന്ന് പറയും, അതിന് നിർബന്ധമായിട്ടും ഇന്ത്യൻസിനും ഇത് കൊണ്ടുവച്ചു. ഈ ആസാം അക്കോർഡ് സൈൻ ചെയ്യുന്നത് 1985 ആ സ്റ്റുഡൻസ് അരുണാചൽ പ്രദേശിലുള്ളവര് ഈ അക്കോർഡ് സൈൻ ചെയ്തു. അതുവഴി ഈ ഫോറിനേഴ്സ് ആസാമിൽ നിന്ന് ഫോറിൻ ഇൻഫിൽട്രേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം നുഴഞ്ഞുകയറ്റം, ആസാമിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ഒരുവിധം നിയന്ത്രിക്കാൻ പറ്റി എന്ന് വേണം പറയാൻ. ഫെബ്രുവരി 3 1986 പിന്നെയും അവര് ഒരു ASC സ്റ്റുഡന്റ് യൂണിയൻ ഒരു അജിറ്റേഷൻ ഉണ്ടാക്കുകയും അതിൽ 100%, നേരത്തെ 80 എന്നാ ചോദിച്ചത്, ഇപ്പൊ 100% റിസർവേഷൻ അരുണാചലത്തിലുള്ള അരുണാചൽ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ് ആ റിക്വയർമെന്റ്. ആ ഒരു സ്റ്റുഡന്റിന്റെ പേരാണ് കിപ്പാക്കാച്ചി ഓഫ് നൈപിൻ. സെക്കൻഡറി സ്കൂളിൽ ഈ പ്രശ്നത്തിൽ അജിറ്റേഷനില് ഇത് ശ്രദ്ധയിൽപ്പെടാൻ വരാ കാര്യം ആ കുട്ടി പോലീസിന്റെ ഫയറിംഗിൽ മരിച്ചുപോയി എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബാക്കിയുള്ള സ്റ്റേറ്റ്സിലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കൂടാണ്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്സ് എന്നുള്ളവരെല്ലാരും കൂടെ മൊബിലൈസ് ചെയ്ത് സ്റ്റുഡൻസിനെ അവരവരുടെ ഇഷ്യൂയിൽ കൊണ്ടുവന്ന് അവർ എത്തിക്കുകയും, അത് മാത്രമല്ല ഈ മൈഗ്രേഷൻ, അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ അവിടെ. മൈഗ്രേഷൻ, എത്നിക് ഐഡന്റിറ്റി, എത്നിക് എന്ന് വെച്ചാൽ അവരുടെ വംശത്തിന്റെ ഐഡന്റിറ്റി. ഇത് കൂടാണ്ട് ഓർഗനൈസേഷൻസ് ആയ ഓൾ നാഗാലാൻഡ് കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ, ANCSU, ദിമാപൂർ നാഗ സ്റ്റുഡൻസ്, DNS, എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ആണ് എടുക്കുന്നത്. അനഗാമി സ്റ്റുഡൻസ് യൂണിയൻ, ASU ഇൻ നാഗാലാൻഡ്, അഗൈൻ ഓൾ മണിപ്പൂർ സ്റ്റുഡൻസ് യൂണിയൻ, AMSU മണിപ്പൂർ. അപ്പൊ ഇങ്ങനെ മണിപ്പൂർ സ്റ്റുഡൻസ് ഫെഡറേഷൻ, MSKF, സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് കലഞ്ചിപക്, SUK മണിപ്പൂരില്, സിക്കിം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അസോസിയേഷൻ, SUSA, സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് സിക്കിം, SUK ഇൻ സിക്കിമിലുള്ളവര്. പിന്നെ നമ്മൾ കാണുന്നത് ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ആണ്. അപ്പൊ ട്രൈബലിന്റെ ടീയും സ്റ്റുഡന്റ് യൂണിയന്റെ TSU. അതിനുശേഷം ത്രിപുര സ്റ്റുഡൻസ് ഫെഡറേഷൻ, TSF, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ, AISA ഇൻ ത്രിപുര. മിസോറത്തില് ഇതേമാതിരി എക്സിസ്റ്റ് സ്റ്റുഡൻസിനെ ഓർഗനൈസേഷൻ മൊബിലൈസ് ചെയ്ത് ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് സെക്ഷനെ അവർ മൂവ്മെന്റ് ആയിട്ട്, ഒരു അസോസിയേഷൻ മൂവ്മെന്റ് ആയിട്ട് കൊണ്ടുവരികയും അതിനെ ഒരു സ്റ്റേറ്റിന്റെ ഫോർമേഷനിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോ ഈ സ്റ്റുഡന്റ് മൂവ്മെന്റ്, മിസോറത്തിലുള്ള സ്റ്റുഡന്റ് കൗണ്ടർ പാർട്സ് ബാക്കിയുള്ളവരും വളരെ ഇമ്പോർട്ടന്റ് ആയ സോഷ്യലായിട്ടും സൊസൈറ്റിയിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ പറ്റിയും എടുത്ത് പരാമർശിക്കുന്നുണ്ട്. ആ മിസോറത്തിൽ വന്ന 1924 ഫസ്റ്റ് സ്റ്റുഡന്റ് അസോസിയേഷൻ
ഉണ്ടാക്കിയ അതിന്റെ പേരാണ് ലുഷായി സ്റ്റുഡന്റ് അസോസിയേഷൻ, LSA. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആ കുട്ടികൾ സ്റ്റുഡൻസ് പഠിച്ചിരുന്നത് കൽക്കട്ടയിലാണ്. പിന്നെ നമ്മൾ കാണുന്നു ഗുവാഹട്ടിയിലും ഷില്ലോങ്ങിലും. 1935 ദ മിസോ സ്റ്റുഡൻസ് പഠിക്കുന്ന ഷില്ലോങ്ങില് അനദർ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു. അതിന്റെ പേര് ലുഷാഹി സിലാരി പവൽ, LZP. പിന്നെ അതിനുശേഷം ഈ LZP ചേഞ്ച് ചെയ്ത് മിസോ സർവാലി പവൽ എന്നാക്കും, MZP എന്നാക്കും, അല്ലെങ്കിൽ മിസോ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്നാക്കും ആക്കി മാറ്റുന്നു, പേര് മാറ്റുന്നു. അപ്പൊ ഇതിന്റെ ഇങ്ങനെ പല കാലഘട്ടങ്ങളിൽ കൂടെ ഇവര് സ്റ്റുഡൻസ് യൂണിയൻ കൊണ്ടുവരുന്ന ആ ഹമാർ സ്റ്റുഡൻസ് അസോസിയേഷൻ HAS, ലൈ സ്റ്റുഡൻസ് അസോസിയേഷൻ, സിമിസിൻ പവായി SSP ബാക്കിയുള്ള ഓർഗനൈസേഷനിൽ മെർജ് ചെയ്ത് ഇഫക്റ്റീവ് ആയിട്ട് സ്റ്റുഡന്റ് യൂണിയനും മിസോറത്തിൽ കൊണ്ടുവരുന്നു. ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് MZP എന്തിനാ? സേഫ് ഗാർഡ് ചെയ്യുക, അവരുടെ റൈറ്റും അവരുടെ യൂണിറ്റിയും സേഫ് ഗാർഡ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ഒരു സിറ്റിസൺ ആയിട്ട് മാറാനുള്ള പ്രിപ്പറേഷൻ കൊടുക്കാനാണ് അവരുടെ വർക്കുകൾ. പിന്നെ നമ്മൾ കാണാൻ പറ്റുന്നത് അവിടെ മിസോറൽ സ്റ്റുഡൻസ് ഒരു പ്രൊട്ടസ്റ്റ് വരുന്നുണ്ട്, ബാംബു ഫമൈൻ എന്ന് പറയും. അതായത് ഫുഡ് ഇല്ലാണ്ട് വരിക, ബാംബു ഫമൈൻ, മോട്ടം ഫമൈൻ എന്ന് പറയാം. അപ്പൊ അവിടുത്തെ ഡാമേജ് ഫുഡ് ക്രോപ്പ്, ബാംബു ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ളത്. അതൊക്കെ പോയപ്പോഴത്തേക്കും അതും ഗവൺമെന്റിന് പ്രശ്നമായി. അപ്പൊ ഫാസ്റ്റിംഗ് തുടങ്ങി, സ്റ്റുഡൻസ് ഒരു ഫാസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങി. ആ പ്രൊട്ടസ്റ്റിൽ കൂടെ ഫമൈൻ മിസോ നാഷണൽ ഫ്രണ്ട് എന്നുള്ള MNF വന്നു. 72 ഈ അനൗൺസ്മെന്റ് സ്റ്റേറ്റ് ഓഫ് മേഘാലയയിൽ കൊണ്ടുവരികയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനെ മിസോ ഡിസ്ട്രിക്റ്റിനെ കൗൺസിലിനെ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുന്നു. ഈ സ്റ്റുഡൻസിന് അതൊരു ഇൻസൾട്ട് ആയിട്ട് തോന്നി അവരത് പൊളിറ്റിക്കൽ ആക്കി മാറ്റുന്നു. ഈ ഇഷ്യൂനെ സെൻട്രൽ ഗവൺമെന്റിന്റെ വീക്ക്നെസ് ആയിട്ട് കാണുന്നു. മിസോ ഗവൺമെന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യക്ക് ഡിമാൻഡ് ചോദിക്കുന്നു പീസ്ഫുൾ സെറ്റിൽമെന്റിന്. അങ്ങനെയാണ് MNFന്റെ നെഗോഷിയേഷനിലേക്ക് അവര് എത്തിച്ചേരുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് കലാപങ്ങളാണ്. ആ രണ്ട് കലാപങ്ങളിൽ കൂടെയും ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പുറത്തു വരികയും 1976 സ്റ്റുഡൻസ് മൂവ്മെന്റ് ഭയങ്കര സക്സസ്ഫുൾ ആയി. രണ്ട് പാർട്ടീസിനെ അവരെ വിളിക്കുന്നു, സംസാരിക്കുന്നു, അവർക്ക് സക്സീഡ് ആവുന്നില്ല. പിന്നെയും പീസ് ടോക്ക് നടക്കുന്നുണ്ട് 12 ജനുവരി 1982. ഇതിനുശേഷം ഈ സ്റ്റുഡൻസിനെ പ്രിസൺമെന്റ്, ജയിലിലേക്ക് ആക്കുന്നു. അങ്ങനെ വന്ന പൊളിറ്റിക്കൽ പാർട്ടീസിൽ കൂടെ മിസോറാം കോൺഗ്രസ് ആയി. അതേമാതിരി തന്നെ ജോയിൻ ചെയ്യുകയും അതിനുശേഷം പലവിധമായ സ്റ്റുഡൻസ് ആക്ഷൻ SCP എന്നുള്ളത് റൂളിംഗ് പാർട്ടി ആയിട്ട് വരുന്നു. മിസോറാം പീസ് ഫോറം വരുന്നു, സ്റ്റുഡൻസ് യൂണിയൻ ആയിരുന്നു, ഓൾ പീസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് യൂണിയൻ ആയിരുന്നു. ഈ സ്റ്റുഡൻസ് എല്ലാം കൂടെ ജോയിന്റ് ആക്ഷൻ പ്രകാരം 85 ടോക്ക് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് സംസാരിക്കുകയും അതിനുശേഷം പീസ്, സമാധാനത്തിന് വേണ്ടിയിട്ട് അവര് നെഗോഷിയേഷൻ കൊണ്ടുവരാണ്. അപ്പൊ ഈ പോയിന്റില് ചക്മാസ് എന്നുള്ളവരും മിസോറത്തിലുണ്ട്. ഇങ്ങനെ ഈ അസോസിയേഷൻ വഴി വരുമ്പോൾ ഈ സ്റ്റുഡന്റ് അസോസിയേഷൻ പാർട്ടി മൂവ്മെന്റ് പാർട്ടിയായിട്ട് മാറുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പാർട്ടിയായിട്ട് മാറിയും പലവിധമായ പാർട്ടികൾ ഉണ്ടാക്കുന്നു. സ്റ്റുഡന്റ് മൂവ്മെന്റ്സിൽ നമ്മൾ ആസാമിലെ അസം ഗണപ്രസാദ് എന്നുള്ള പാർട്ടി ഉണ്ടാവുന്നു. അതിന്റെ അങ്ങേരാണ് ചീഫ് മിനിസ്റ്റർ ആയിട്ട്, സ്റ്റുഡന്റ് ലീഡർ ആയിരുന്നവരാണ് പ്രഫുല്ല കുമാർ മഹന്ത ലീഡർ ആയിരുന്നു. പിന്നെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് മാറിയും അങ്ങനെ പലവിധമായ ആക്ടിവിറ്റീസ് വന്നു. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ്. അതായത് മിസോറത്തിലും എല്ലാ സ്ഥലത്തും ഉണ്ടായ വുമൺ മൂവ്മെന്റ്സ് ആണ്. സ്ത്രീകളുടെ മൂവ്മെന്റ്സിനെ പറ്റി പറയുമ്പോൾ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പല വിധത്തിലുള്ള ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, അവർക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് അവരുടെ കളക്റ്റീവ് ആയിട്ടുള്ള ചെയ്യണം, അല്ലെങ്കിൽ ഡീപ്പനിങ് ആയിട്ടുള്ള എന്താ പറയാ ഡെമോക്രസിയുടെ ഇല്ല. ഒരു വുമൺ ഓർഗനൈസേഷനും വലുതായിട്ട് ഇല്ലെങ്കിൽ കൂടെയും അവര് വുമൻസ് മൂവ്മെന്റ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് തുടങ്ങുകയാണ്. ഈ സ്റ്റുഡൻസ് വുമൻ സ്ത്രീകളുടെ മൂവ്മെന്റിൽ കൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അവരുടെ ഇഷ്യൂസ് ആണ്.
സോഷ്യൽ മൂവ്മെന്റ്സിന്റെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളാണ് അതിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ആ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ അവർക്ക് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ ഇഷ്യൂസ് മുഴുവൻ നോർത്ത് ഈസ്റ്റിലെ കൊളാബറേഷൻ വരുമ്പോ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ആണ് ഇതൊക്കെ നോക്കുന്നത്. ഈ ഇഷ്യൂസ് ഇതൊക്കെ കൂടെ ഒരുമിച്ച് അവരെ കൺഫൈൻഡ് ചെയ്തു. എക്സ്ക്ലൂസീവായിട്ട് വുമണിന്റെ മാത്രം ജെൻഡർ ബേസ്ഡ് ഇഷ്യൂ, അതായത് സ്ത്രീ സ്വാതന്ത്ര്യത്തിനുള്ള ഇഷ്യൂ. ഈ മൂവ്മെന്റ്സിൽ കൂടെ നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ സൊസൈറ്റിയിലുള്ള സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, എല്ലാ വിധത്തിലുള്ള ഇഷ്യൂസിനെ പറ്റിയാണ് അവരെ പരാമർശിക്കുന്നത്. പ്രത്യേകമായിട്ട് ആ കാലഘട്ടങ്ങളിൽ പീസ് സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ കലാപങ്ങൾ വരുമ്പോൾ ഏത് വിധമായും കുലം എത്തനിക്കായ അവരുടെ കുലത്തെ പറ്റിയുള്ള വയലൻസ് ആയാലും ഒപ്പോസ് ചെയ്യുന്ന പോലീസും ആർമിയും അവിടെ അവര് യൂസ് ചെയ്യുന്നു. ആ പോലീസും ആർമിയും വരുമ്പോഴത്തേക്കും അവിടെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരികയും ഇതിൽ കൂടെ ഈ സിവിക് ആയിട്ടുള്ള ആൽക്കഹോളിസം, അതായത് എഗെയിൻസ്റ്റ് ഇവര് ചോദിക്കുന്നത് മുഴുവൻ കുടി നിർത്താനും ആൽക്കഹോളിസം, ഡ്രഗ് മിസ്യൂസ് ചെയ്യുക, ജെൻഡർ ഇക്വാളിറ്റി. നമുക്ക് ഇവിടെ കേരളത്തിലും ഇത് കാണുന്നുണ്ട്. ജെൻഡർ ഇക്വാളിറ്റി, അതായത് അവനവന്റെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ ജെൻഡറിന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേതനം ഒരേമാതിരി കൊണ്ടുവരണം, എൻവയറമെന്റൽ ഇഷ്യൂസ് നോക്കണം, അവരുടെ സ്വാഭിമാനം നോക്കണം, അവരുടെ പരമ്പരാഗതമായ ഇൻഹെറിറ്റൻസ്, അതായത് അച്ഛന്റെ അമ്മയുടെ സ്വത്ത് അവർക്ക് കിട്ടുമോ, സക്സഷൻ കിട്ടുമോ, അടുത്ത ഇത് കിട്ടുമോ, പിന്നെ എന്തെങ്കിലും നേച്ചറിൽ വരുന്ന കലാമിറ്റീസ് വരുമ്പോൾ, നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ എന്തു ചെയ്യണം, ഇതൊക്കെയാണ് അവർക്ക് കിട്ടാത്ത ഇഷ്യൂസിനെ പറ്റിയാണ് ഇവര് ഡീറ്റെയിൽ ആയിട്ട്. ഓട്ടോണമി ചോദിക്കുന്നുണ്ട്. സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തമായിട്ട് എടുക്കാൻ സ്വാതന്ത്ര്യം വേണം. അതേമാതിരി ഗവൺമെന്റ് അല്ലെ ഈ ധനപരമായ കാര്യങ്ങളിൽ അവർക്ക് എടുക്കണം. അതേമാതിരി നിയമം അവരെ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ബാക്കിയുള്ള ഇന്ത്യയുടെ പല ഭാഗത്തും നടന്ന മേജർ ആയിട്ടുള്ള ഇഷ്യൂസ്, അതായത് റേപ്പ്, സെക്ഷൽ ഹരസ്മെന്റ്, പല ജോലി സ്ഥലത്ത് സ്ത്രീ പീഡനം, വയലൻസ്, സ്ത്രീകളെ പബ്ലിക്കായിട്ടും പ്രൈവറ്റ് ആയിട്ടും പീഡനം ചെയ്യപ്പെടുക, വർക്ക് പ്ലേസിലും പീഡനം ഇതിന്റെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അവര് തന്നെയാണ് പറയുന്നത്. കാരണം അവര് ആ സമയത്ത് വുമൻ മൂവ്മെന്റ് അതിനെപ്പറ്റി എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് കിട്ടാൻ പോണില്ല. പൊളിറ്റിക്കലി ഇതൊക്കെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടികളും ഈ മൊബിലൈസേഷൻ അവരുടേതായ കളക്റ്റീവ് ആക്ഷൻ കൊണ്ടുവരികയും ആ സോഷ്യൽ മൂവ്മെന്റിനെ പൊളിറ്റിക്കൽ ആക്ടാക്കി മാറ്റി അതിനെ ഒരു ഫോർമൽ റിലേഷൻഷിപ്പ്, പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടൊരു ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നു. അപ്പോൾ എല്ലാവരും പൊളിറ്റിക്കൽ പാർട്ടിയില് ഇൻവോൾവ്മെന്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഓരോ സ്ത്രീക്കും അവർക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം, അവർക്ക് കിട്ടേണ്ട വേതനം, അവർക്ക് കിട്ടേണ്ട സ്വാഭിമാനം, സോഷ്യലൈസ് സൊസൈറ്റിയിൽ കിട്ടേണ്ട ബാക്ക്ഗ്രൗണ്ട് പൊളിറ്റിക്കൽ ആയിട്ട് കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീകൾ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബാക്കിയുള്ള സൊസൈറ്റിയിലുള്ളതും അതേമാതിരി തന്നെ അവര് വർക്ക്, പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് ഇവര് പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ മൂവ്മെന്റ്സിനെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടെന്ന് കുറെയൊക്കെ അവര് പീസ്ഫുൾ ആവുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും അവനവന്റെ കമ്മ്യൂണിറ്റിയിൽ, അതായത് കമ്മ്യൂണിറ്റിമാര് കല്യാണം കഴിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ അവനവന്റെ കമ്മ്യൂണിറ്റിയിൽ വളരെ വളരെ എന്താ പറയാ ദൃഢമായ ഒരു സ്ഥാനം വേണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡായിട്ട് അവർ ചോദിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇതേമാതിരി തന്നെ പ്രയോറിറ്റി, ഈ സ്ത്രീകളിലെ ലീഡർഷിപ്പ്, അതേമാതിരി അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ, അതായത് അവർക്ക് ഇതിൽ എത്നിക് സപ്പോർട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നാഗാലാൻഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട്
2 വിധത്തിലുള്ള കലാപങ്ങൾ കൊണ്ടുവന്നു. ഈ 2 വിധത്തിലുള്ള കലാപങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉദ്ദേശം ആൾക്കാരെ സമാധാനം ആ സ്റ്റേറ്റിൽ കൊണ്ടുവരാൻ വരികയാണ്. അതിനാണ് നമ്മൾ അവിടെ ഒരു നാഗ മദേഴ്സ് അസോസിയേഷൻ NMA എന്നുള്ളത് ഫോം ചെയ്യാണ് നാഗാലാൻഡില്. വിമൻസ് ഓർഗനൈസേഷൻ ആണ്. അതിന്റെ പേരാണ് നാഗ മദേഴ്സ് അസോസിയേഷൻ. ഇതിൽ ഈ അസോസിയേഷൻ ഫോം ആവുന്നത് 14-ാം തീയതി, ഫെബ്രുവരി 14-ാം തീയതി. ഇന്നത്തെ ഡേറ്റ് തന്നെയാണ്, പക്ഷെ വർഷങ്ങൾ മാറി. 1984. അതിന്റെ അണ്ടർലൈൻ ആയിട്ടുള്ളത് അവരുടെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം, മനുഷ്യന് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് അവര് ചൂസ് ചെയ്യുന്നതും ആവശ്യപ്പെടുന്നതും. ഇതിൽ കൂടെ അവര് റെസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിച്ചത് പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായ ജീവിതം. അത് മാത്രമല്ല, ആ ഒരു പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തു, ഷെഡ് നോ മോർ ബ്ലഡ്. ഇതായിരുന്നു അവരുടെ മോട്ടോ. അതായത് ഇനി ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പോളിസി അവര് അഡാപ്റ്റ് ചെയ്തു. അതിനു വേണ്ടി അവർ ഇനീഷ്യേറ്റ് ചെയ്യാണ് സമാധാനം ആ രാജ്യങ്ങളിൽ, ആ ഭാഗങ്ങളിൽ കെട്ടിപ്പടുത്താൻ അവര് ഉണ്ടാക്കാനും സീസ് ഫയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൂടെയും നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ നാഗാലാൻഡിന്റെ അതിന്റെ കൂടെയും ഒരു സന്ധിക്ക് സീസ് ഫയറിന് പോവാണ്. ഇതിന്റെ കൂടെ നാഗ കുക്കി കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് 1990. ഇതിന്റെ വുമൻസ് ഗ്രൂപ്പ് രണ്ട് എത്നിക് കമ്മ്യൂണിറ്റീസും നാഗാസിന്റെയും കുക്കിയുടെയും അവരും ആവശ്യപ്പെടുന്നത് സമാധാനമാണ്. ഈ നാഗ വുമൻസ് യൂണിയൻ മണിപ്പൂർ അവര്, അതേമാതിരി കുക്കി വുമൻസ് അസോസിയേഷൻ, ഇതില് ഈ അവര് മുഴുവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വയലൻസ് നിർത്തണം എന്നാണ്. ഈ സ്ത്രീകള് ആ ലോങ് സ്ട്രെച്ച് ഓഫ് ഹിൽസിൽ കൂടെ നടന്ന് പെർസ്യൂട്ട് ചെയ്ത് അണ്ടർഗ്രൗണ്ടിലും ഔട്ട്ഫിറ്റ്സിലും ഒക്കെ അവര് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ചെയ്യുന്ന ഈ വയലൻസ് ഒക്കെ നിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. കൂടാതെ ഇവര് റെപ്രസെന്റേഷൻ ചോദിക്കുന്നുണ്ട് മുനിസിപ്പൽ ബോഡീസില്, അതായത് ലോക്കൽ ആയിട്ടുള്ള മുനിസിപ്പൽ ബോഡീസില്. 2016 നാഗ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ് ഉണ്ടാവുന്നു. ഇത് ഏതിന്റെ ബാനറിലാന്ന് വെച്ചാല് ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി ഓൺ വുമൺ റിസർവേഷൻ എന്നുള്ള ഒരു ബാനറിലാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിനുശേഷം അവര് ഗോഹട്ടി ഹൈക്കോർട്ടിലേക്ക് ഒരു പെറ്റീഷൻ കൊടുക്കാണ്. അത് പിന്നെ ആ പെറ്റീഷൻ പിന്നെ സുപ്രീം കോർട്ടിൽ എത്തുന്നു. ലോക്കൽ അർബൻ ബോഡീസ് LUB വേണം നാഗാലാൻഡ് എന്നുള്ള വരുന്നു. പിന്നെ ഈ സുപ്രീം കോടതി വെക്കേറ്റ് ചെയ്യുന്നത് ഈ പെറ്റീഷനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു സ്റ്റേ ഓർഡർ കൊടുക്കാണ് ഹൈക്കോർട്ടിന്. സുപ്രീം കോടതിയുടെ ഓർഡർ പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു എലക്ഷൻ നടത്താനുണ്ടായിരുന്നു 2017. അപ്പോ ഗോഹട്ടി ഹൈക്കോർട്ട് ഇതിനെ സ്റ്റേ ചെയ്തത് കൊണ്ട് അവർക്ക് നാഗാലാൻഡ് ഗവൺമെന്റിൽ ജൂണിൽ 2012 ഒരു എലക്ഷൻ, ലോക്കൽ അർബൻ ബോഡീസിന്റെ എലക്ഷൻ ഉള്ള ഒരു ഭാഗം, ഒരു പെർമിഷൻ കൊടുക്കാൻ. ഇതിന്റെ കൂടെ നാഗാലാൻഡ് ഹൈക്കോർട്ട് പാസ് ചെയ്യുന്ന പെറ്റീഷൻ ഫയൽ ബൈ നമ്മൾ നേരത്തെ പറഞ്ഞ ജൂണിൽ 2011 ഇതിന്റെയൊക്കെ ചാലഞ്ച് ആയിട്ട് അവര് എലക്ഷൻ നടത്തുകയാണ്. ലോക്കൽ അർബൻ ബോഡീസ് നാഗാലാൻഡ് മുനിസിപ്പൽ ഫസ്റ്റ് അമെൻമെന്റ് കൊണ്ടുവരും 2006. ഇതിന്റെ ലൈം ലൈറ്റിൽ 74ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, അതായത് അമെൻമെന്റ് എന്ന് വെച്ചാൽ തിരുത്തൽ അല്ലെങ്കിൽ മാറ്റൽ, 1994 രണ്ടാമത്തെ 2006 ആക്ട് പ്രകാരം 33%, നമ്മളിപ്പോ കണ്ടുവല്ലോ, വളരെ റീസെന്റ് ആയിട്ട് കണ്ടുവല്ലോ, 33% ലോക്കൽ അർബൻ ബോഡീസിൽ സ്ത്രീക്ക് ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്ക് ലോക്കൽ ബോഡീസിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാനും. അങ്ങനെയാണ് ഈ കുടുംബശ്രീ അങ്ങനത്തെ ഇങ്ങനെയൊക്കെ വന്നല്ലോ, നമ്മൾക്ക് കേരളത്തിലുണ്ട് ഇതുമാതിരി. ഇതേമാതിരി ഈ സജഷൻ റിസർവേഷൻ കൊടുക്കുക. റിസർവേഷൻ എന്ന് വെച്ചാൽ സ്ത്രീക്ക് MLA പാർലമെന്റില്, അസംബ്ലിയില്, ലോക്കൽ ഗവൺമെന്റില്, പിന്നെ അർബനായിട്ട് അവർക്ക് ലോക്കൽ ബോഡി ഉണ്ടാകാനും അതിൽ
നമ്മൾക്ക് കാണപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ ഇവര് ഈ ലോക്കൽ ബോഡിയിൽ കൂടെ അവർക്ക് ഒരു സീറ്റ് എലക്ഷന് നിൽക്കാൻ പറ്റും. അങ്ങനെ എലക്ഷന് നിന്നിട്ട് അവരുടെ ലോക്കൽ ബോഡിയിൽ അവരുടെ മെമ്പർഷിപ്പിൽ അല്ലെങ്കിൽ സ്ത്രീകളെ കൂടുതലായിട്ട് മെമ്പേഴ്സ് ആക്കി കൊണ്ടുവരാനാണ് ഈ ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ നാഗ ഹോഹോ സജസ്റ്റ് ചെയ്യുന്നു ലോക്കൽ ബോഡീസിൽ കൂടെ നോമിനേഷൻ കൊടുത്ത് വരണ്ട, ബട്ട് കണ്ടസ്റ്റ് ചെയ്യുക, എലക്ഷനിൽ നിന്ന് വരിക എന്നാണ് അവർ പറയുന്നത്. ഈ വുമൻസ് ഗ്രൂപ്പ് ആർഗ്യൂ ചെയ്യുന്നു അത് ലോക്കൽ ബോഡീസ് ട്രഡീഷണൽ അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അതുകൊണ്ട് അവിടെ റിസർവേഷൻ അത് അവിടെ വയലേറ്റർ ആകും, കസ്റ്റമറി ലോസിന് അത് വയലേറ്റ് ആകുന്ന പറഞ്ഞ് അവർ ആർഗ്യൂ ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂരിൽ ഇതേമാതിരി കൊളോണിയൽ പീരീഡ് ടൈമിലാണ് 1904-ലും 1934-ലും ന്യൂപ്പിലൻ എന്ന് പറഞ്ഞിട്ട്, ന്യൂപ്പി എന്ന് വെച്ചാൽ വുമൻ, ലാൻ എന്ന് വെച്ചാൽ വാർ, ഇങ്ങനെ ലുപിനൻ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ബ്രിട്ടീഷ് ഓർഡറിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷിന്റെ പൊളിറ്റിക്കൽ ഹൗസിന്റെ അവിടെയും അവര് തീ വെക്കുന്നു. ഈ ഇതില് ഫോഴ്സ് ചെയ്ത ലേബർ ലാബ് കോൾഡ് വിമനെ ഫോഴ്സ് ചെയ്ത് നിർബന്ധമായിട്ട് പണിയെടുപ്പിക്കുക, ലാപ്പ് എന്ന് പറയും. ഇതില് ഏജ് ഗ്രൂപ്പ്, ആണുങ്ങളുടെ ഏജ് ഗ്രൂപ്പ് 17 മുതൽ 60 വരെ ആണെങ്കിൽ 10 ദിവസത്തേക്ക് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതേമാതിരി ഈ വർക്കിനെ അവര് 40 ദിവസത്തേക്കൊക്കെ മാറ്റുന്നു. അതിനുശേഷം ഇതിൽ ഒരുപാട് സ്ത്രീകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ പാർട്ടിസിപ്പേഷൻ മുഖാന്തരം ഇവർക്ക് വിമൻ മൂവ്മെന്റിനെ പറ്റി കുറച്ചുകൂടെ അറിയപ്പെടുകയും മിരിയാബായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നു നുബിലില്. ഈ മിരിയാബായി എന്ന് പറയുമ്പോൾ ഒരു ലോക്കൽ അറൌണ്ട് ബോഡീസിൽ ജോയിൻ ചെയ്ത് മെയിൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അതിനെ എതിർക്കാണ്. കുടിക്കുക, ഡ്രഗ് എടുക്കുക, വയലൻസ് എടുക്കുക, വിങ്സിന്, ആർമിയുടെ ആംഡ് വിങ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഇതിന്റെ ഈ മെരിബായ് ഓപ്പറാണ്ടി എങ്ങനെ വെച്ചാല് ക്ലാങ്കിങ് ദ ഇലക്ട്രിക് പോൾസില് ഇതിൽ കൂടെ ഈ ഇലക്ട്രിക് പോൾസിന് ക്ലാമ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ പല ഗ്രൂപ്പുകാരും ഇതിൽ കൂടാൻ തുടങ്ങി. അങ്ങനെ വിമൻ അസോസിയേഷൻ അവരുടെ ശക്തി, സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പറ്റിയുള്ള ശക്തി മണിപ്പൂരിലും ഇൻവോൾവ് ആയിട്ട് വന്നു. അതിനുശേഷം ഇവരെ വിഡ്രോയൽ ചെയ്യാൻ പറഞ്ഞു, ആംഡ് ഫോഴ്സസിനെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ആസാമിലും ഇതേമാതിരി തന്നെ കൊളോണിയൽ പീരീഡില് 1926-ലും പല വിധത്തിലുള്ള സ്ത്രീകളുടെ അൺഈക്വൽ ട്രീറ്റ്മെന്റിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതില് അവരുടെ ഓർഗനൈസേഷൻസ് വരുന്നു. തേജ്പൂർ ഡിസ്ട്രിക്ട് മഹിളാ സമിതി ഉണ്ടാകുന്നു. ഇതിൽ കൂടി അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കൂട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ ഇത് കൂടാണ്ട് ബ്രോഡോ വുമൺ ജസ്റ്റിസ് ഫോറം വരും. അതിൽ കൂടി മിസോറത്തിലും പല വിധത്തിലുള്ള ആർമീനെ, ബോർഡ് ഓട്ടോണമി അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇത് എങ്ങനെയാ അവർ ചെയ്യുന്ന വെച്ചാൽ ലേഡീസ് വന്നിട്ട് സ്ക്രിപ്റ്റ് ചെയ്തും റോഡ് നാടകം, പോയട്രി, അങ്ങനെ അവരുടെ പ്രശ്നങ്ങളെല്ലാം അവര് എഴുതുന്നു. അതിൽ അഞ്ജലി എന്ന് പറഞ്ഞിട്ട് കോർപ്സ് ഓഫ് ദി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതില് രാഷ്ട്രീയമായ കളിയാക്കലാണ് അവളെ ചെയ്തത്. അഞ്ജലി അവൾക്ക് സാഹിത്യ അവാർഡ് വിന്നർ കൂടിയാണ്. പിന്നെ മിസോറത്തില് ഇതേമാതിരി തന്നെ മിസോറത്തിലും പലവിധമായ ആക്ടുകൾ കൊണ്ടുവരുന്നുണ്ട്. ലിബറേഷൻ അവര് ബാൻ ചെയ്തു ഓർഗനൈസേഷന്, അത് എഗെയിൻസ്റ്റ് ആയിട്ട് മിസോ മാരേജ് ലോസ് വന്നു. മിസോ ബ്രൈഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടത്തെ പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീക്ക് അവര് പൈസ ചോദിക്കില്ലേ, സ്ത്രീധനം, അങ്ങനത്തെ ഓർഗനൈസേഷൻ വഴി വരെയും അതിനെപ്പറ്റി മൂവ്മെന്റിൽ ഗവൺമെന്റ് ബാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഈ കമ്മീഷൻ പല വിധത്തില് റിവ്യൂ എടുക്കുകയും ഇതിൽ കൂടെ അവര് മിസോറം മോട്ടം ഫെമൈൻ, അതായത് സ്ത്രീകള് 1959-ൽ പ്രൊട്ടസ്റ്റ് ചെയ്തു ആർമീനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള കാര്യം സ്ത്രീകളെ സോൾജേഴ്സ് ഭടന്മാരെ റേപ്പ് ചെയ്തതിന്റെയും ചൂഷണം ചെയ്തതിന്റെയും അതിന്റെയൊക്കെ ചമ്പാരി വില്ലേജില് ഈസ്റ്റ് മിസോറത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനു ശേഷം എന്താ നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവരുടെ ഈ പ്രശ്നങ്ങൾ വളരെ കാര്യമായിട്ട് വരുന്ന ശേഷം മരിച്ചുപോയ 2 സ്ത്രീകൾക്കും ഗവൺമെന്റ് 5 ലക്ഷം വെച്ച് ഒരു അനൗൺസ്മെന്റ് കൊടുത്ത് അവരുടെ ഇനി
ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ക്രൈംസ് ഒന്നും നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ എങ്ങനത്തെ പ്രശ്നങ്ങൾ വിമൻസ് ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് അത് ഫൈറ്റ് ചെയ്യണം. അങ്ങനത്തെ ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ ചാലഞ്ചസ് കൺവിൻസ് ചെയ്യുന്നതാണ്. അതോടുകൂടിയാണ് ഈ ചാപ്റ്റർ ഇവിടെ നമുക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് വേണം എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ എന്നുള്ളത്. സുനികി കൈകി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. അവര് മേഘാലയയിൽ ഇതേമാതിരി ക്രച്ചസ്, അതേമാതിരി കുട്ടികൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ കൊടുക്കുക, സ്ത്രീകൾക്ക് ജോലി എടുക്കാൻ പോവുക, അതിനുള്ള സാഹചര്യങ്ങൾ. പിന്നെ നമ്മൾ ലിമിറ്റേഷനെ പറ്റി പറയും. എല്ലാ സ്ത്രീകൾക്കും അതിൻ്റെതായ നിയമ വൃത്തിയുണ്ട്. ഇതോടുകൂടി ഈ ഇത് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.